അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1 kg റൈസിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കപ്സ് ഉണ്ടാക്കാനുള്ളത് പറഞ്ഞു തരാനാണ്. പ്രത്യേകിച്ച് മയോനീസ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ കപ്സൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ വേണ്ട. ഫ്രൈ ചെയ്ത ചിക്കനിലാണ് നമ്മൾ കപ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ചിക്കൻ്റെ ഓരോ പീസായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടുകയാണ്. അതിൻ്റെ കൂടെ മേലെ നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം കൂടി പാകുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ചിക്കൻ പൊരിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ കപ്സിനെ ഏറ്റവും സിമ്പിളാക്കി മാറ്റുന്നത് നമ്മളെ ഈ സ്റ്റെപ്പാണ്. ഒരു വെറൈറ്റി കപ്സ് നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പരീക്ഷിക്കാം. 1 കിലോ കപ്സ് റൈസിക്കുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു 1.25 റൈസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് 1 kg റൈസുകളുള്ള രീതിയിലാണ്. നമ്മൾ എടുക്കുന്നത് 6 ടൊമാറ്റോ, 4 സവാള, പിന്നെ 2 മുളകാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ കുട്ടിയുള്ളത് കൊണ്ട് നമുക്ക് മുളക് എരിവ് അധികം പറ്റൂല. പിന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണത് ഒരു വിരലിന്റെ വലുപ്പത്തിൽ നമ്മൾ ഇഞ്ചിയാണ്. പിന്നെ ഞങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കാൻ വിട്ടുപോയ 2 സാധനങ്ങളാണ് മല്ലിച്ചപ്പവും തൈരും. ഇതും ഇതിന്റെ കൂടെ തന്നെ ഇട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. ഞങ്ങൾ പിന്നീടാണ് അരച്ചത്. 1 കപ്പ് തൈരും ഒരു ഉരുളൻകിഴങ്ങിന്റെ പിടി കുരുമുളകും നമ്മൾ ചേർത്തത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച പേസ്റ്റ് ആക്കിയിട്ട് എടുത്ത് വെക്കുക. അപ്പൊ നമ്മൾ അരപ്പുണ്ടാക്കി പിന്നെ ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ എണ്ണ പാരുക. പിന്നെ നിങ്ങൾ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണ കൂടെ ഇതിക്ക് പാരാ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഞങ്ങൾ കയ്യിലുള്ള എന്തെങ്കിലും നെയ്യ്, നമ്മളിവിടെ യൂസ് ചെയ്ത് ഡാൽഡയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചൂടായ എണ്ണയ്ക്ക് അടുത്തത് ഇടുന്നത് വെളുത്തുള്ളിയാണ്. ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് നമ്മളിവിടെ എടുത്തത്, ഒരു മീഡിയം സൈസ്. പിന്നെ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇട്ടു. പിന്നെ അത് നന്നായിട്ട് കുറച്ചൊന്ന് വഴൻ്റെ ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ഇടുന്നത്. നമ്മളൊരു പിടുത്തം കുരുമുളകും 2 നാരങ്ങ ഇടും. പിന്നെ അതിന്റെ കൂടെ ഈ ഒരു വിരലിന്റെ അടയാളത്തിൽ 4 പട്ട കൂട്ടിയിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതാണ് ഞാൻ വിരല് കാണിച്ചത്. ഇതൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല മൂപ്പായതിനു ശേഷമാണ് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സ് ഇടുന്നത്. തക്കാളിയും സവാളയും തൈരും മല്ലിച്ചപ്പൊക്കെ കൂട്ടി ചേർത്ത് ആ മിക്സ് ഇടുന്ന ഈ ടൈമാണ്. ഈ മിക്സൊക്കെ നമുക്ക് അരക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ സാൾട്ട് ചേർക്കാം, ഉപ്പ്. പിന്നെ മിക്സ് അരച്ചിട്ട് നമ്മൾ അതിന്റെ കൂടെ കുറച്ച് വെള്ളം പാരുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിക്ക് ചിക്കൻ ഇടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഇടുന്നതിന് മുമ്പാണ് നമ്മൾ ഈ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. നമ്മൾ എരിവിനനുസരിച്ച് മുളക്, കായം, മല്ലിപ്പൊടി 6 സ്പൂണ്, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ നേരത്തെ ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. മഞ്ഞൾപ്പൊടി ചേർത്തത് 1.5 സ്പൂണാണ്. ഉപ്പിന്റെ അളവൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഈ സമയത്ത് പിന്നെ ആഡ് ചെയ്യാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ ചിക്കൻ ഇട്ടു. ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റൈസ് ഇട്ടു. നമുക്ക് റൈസ് കുറച്ച് അധികം വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ മെയിൻ ആക്കേണ്ട ഞങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തന്നിട്ടുണ്ട് 1 kg എത്ര വെക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ റൈസിന് എത്ര വെള്ളം പൊങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. റൈസിനേക്കാൾ 1 ഇഞ്ച് മുകളിലാണ് വെള്ളം നിൽക്കേണ്ടത്. തിളക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ നിൽക്കുക, ഹൈ ഫ്ലെയിമിൽ. പിന്നെ നമുക്കത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ഫുഡ് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക, അടി പിടിക്കാതെ നോക്കുക. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കപ്സ പറ്റാത്തവർക്ക് ഒരു ബിരിയാണി ടേസ്റ്റിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ചേട്ടാ.